കടലിലെ വെള്ളം പോലും ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പിടിയിൽ കത്തി അമരുകയാണ് ഇന്ന് ലോകം. കടൽ ചൂട് പിടിക്കുമ്പോൾ ന്യൂനമർദ്ദമുണ്ടായി മഴ പെയ്യുമെന്ന് പഴയ കീഴ്വഴക്കങ്ങളെല്ലാം പ്രകൃതി മാറ്റിക്കഴിഞ്ഞു. വേനലിൽ 26 ഡിഗ്രി മാത്രം ചൂട് പിടിക്കാറുള്ള കടൽ 30 ഡിഗ്രി വരെ ആയിട്ടും ഇതുവരെ മഴ പെയ്യാത്തത് സർവ്വജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. കേരളത്തിലെ ജില്ലകളിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടെത്തിക്കഴിഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. എന്നാൽ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യമായ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടാത്തത് കേരളത്തിന് ആശ്വസിക്കാൻ വക നൽകുന്നുണ്ട്. പ്രളയത്തിനു പിന്നാലെ വരൾച്ചയുണ്ടാകുമെന്ന വിലയിരുത്തലിൽ ജല ഉപയോഗത്തിൽ പലയിടത്തും സ്വയം നിയന്ത്രണം പാലിക്കുന്നതാണ് ഇതിന് കാരണം. കാലാവസ്ഥാ വ്യതിയാനം ഒരുപാട് പറഞ്ഞു പഴകിയതാണെങ്കിലും അതിന്റെ പ്രത്യാഘാതം ഇത്ര ഭയാനകമായി കേരളത്തിലടക്കം അനുഭവത്തിൽ വരുന്നത് ഇപ്പോഴാണ്. പ്രളയത്തോടെ വലിയ ദുരന്തങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ഡിസംബർ ജനുവരിയിൽ തണുത്തു വിറച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൊടും ചൂടിൽ വെന്തുരുകുന്നത്. ആഗോളതലത്തിൽ ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിലും ആഗോള സാമ്പത്തിക ഫോറത്തിലുമെല്ലാം പ്രധാന ചർച്ചാ വിഷയമാണ് ലോകം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനം. ഇന്ത്യ ഏറ്റവും അധികം പ്രതിസന്ധി അനുഭവിക്കുന്നതും ഇതേ കാരണം കൊണ്ടാണ്. കഴിഞ്ഞ 20 വർഷങ്ങളായി കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളിൽ ഇന്ത്യക്ക് $79.5 ബില്യൺ നഷ്ടമുണ്ടായെന്ന് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. കാലാവസ്ഥാ ദുരന്തങ്ങളിൽ 1998 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിൽ സാമ്പത്തിക നഷ്ടം 151% വർദ്ധിച്ചുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. $2.908 ട്രില്യൺ നഷ്ടമാണ് ഈ കാലഘട്ടത്തിൽ ലോക രാജ്യങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം. 98-ന് മുൻപുള്ള 2 ദശാബ്ദ കാലത്തിനേക്കാൾ ഇരട്ടിയാണ് ഈ നഷ്ടം. ലോകരാജ്യങ്ങളുടെ ആകെ സാമ്പത്തിക നഷ്ടത്തിന്റെ 77% കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് കേരളം അനുഭവിച്ച ദുരിതം മാത്രം മതി ഓരോ പ്രകൃതി ദുരന്തങ്ങളുടെയും തീവ്രത സ്വയം മനസ്സിലാക്കാൻ. 36 വർഷക്കാലത്തിനിടെ രാജ്യം കടന്നുപോയ ഏറ്റവും മോശം കാലാവസ്ഥയാണ് 2018-ൽ ജപ്പാനിലുണ്ടായത്. 200-ലധികം ആളുകൾക്ക് വെള്ളപ്പൊക്കത്തിൽ ജീവൻ നഷ്ടമായി. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ നേരിടാൻ സദാ സന്നദ്ധമായൊരു രാജ്യത്ത് ഇത്രയേറെ മരണങ്ങൾ ഉണ്ടായത് സാഹചര്യം എത്ര കലുഷിതമാണെന്നത് സൂചിപ്പിക്കുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭയ്ക്ക് ആവർത്തിച്ച് പറയേണ്ടി വന്നു. ലോസ് ആഞ്ചൽസിൽ 48.9 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. മനുഷ്യ ചരിത്രത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഭീകരതയാണ് ഇത്. ധ്രുവപ്രദേശങ്ങൾ ഉരുകാൻ നിലവിലെ ചൂട് തന്നെ ധാരാളമാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. 50 ബില്യൺ ടൺ മഞ്ഞാണ് ഓരോ വർഷവും ഉരുകി ഇല്ലാതാകുന്നത്. വെറും 2 ഡിഗ്രി കൂടി ഭൂമിയിലെ താപനില പ്രത്യേക സമയത്തേക്ക് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ആർട്ടിക്, അന്റാർട്ടിക് മഞ്ഞുപാളികൾ ഉരുകി തുടങ്ങുമെന്നാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത്. 1880-ന് മുൻപുള്ള പ്രകൃതിയേക്കാൾ 1 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇപ്പോൾ അന്തരീക്ഷത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് 2 ഡിഗ്രി കൂടി ഉയർന്നാൽ സർവനാശമായിരിക്കും ഫലം. 1.5 ഡിഗ്രി നിലനിർത്താനായാൽ വലിയ അപകടം ഒഴിവാക്കാം. എന്നാൽ ഇപ്പോൾ ആഗോള വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യവസായശാലകളും അതുവഴി ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണവും വലിയ ഭീഷണി തന്നെയായി നിലനിൽക്കുകയാണ്. അന്തരീക്ഷ താപനില ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ 3 മുതൽ 5% വരെ ഉയരുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. കാലാവസ്ഥാ വ്യതിയാനം വന്യജീവി സമ്പത്തിനെയും പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. 1970 മുതൽ 60% ഇടിവാണ് വന്യജീവികളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. 570 തീരദേശ നഗരങ്ങളിലായി 800 മില്യൺ ആളുകളാണ് സമുദ്രനിരപ്പ് ഭയന്ന് ജീവിക്കുന്നത്. 39 മില്യൺ ആളുകളാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്നത്. അന്തരീക്ഷത്തിൽ അല്പം ചൂട് കൂടുന്നത് മാത്രമാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്നത് എന്ന് ചിന്തിച്ചാൽ തെറ്റി. ആഗോള സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളെയും നിലനിൽപ്പിനെയും അത് ഇല്ലാതാക്കുന്നുണ്ട്. വ്യവസായവൽക്കരണവും അതിനെ ത്വരിതപ്പെടുത്താൻ മനഃപൂർവ്വം നടത്തുന്ന വനനശീകരണങ്ങളും മാനവരാശിയുടെ അടിവേരാണ് ഇളക്കുന്നത്. പലയിടത്തും സംഘടിതമായി കാടിന് തീവയ്ക്കുന്നതും വന്യമൃഗശല്യം കുറയ്ക്കാൻ കാടിന് തീയിടുന്ന രീതിയും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. സൂര്യനിൽ നിന്നുള്ള വിവിധ രശ്മികളിൽ ഏറ്റവും തീവ്രതയും വേഗവും കൂടിയവ മരങ്ങൾ തടയുന്നു. ഈ സംവിധാനം ഇല്ലാതാകുന്നതിന്റെ അപകടം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. തീവ്രതയും ഊർജവും കൂടിയ ഇതര രശ്മികളെ വലിച്ചെടുത്ത് ബാഷ്പീകരിച്ച് ഈർപ്പമുണ്ടാക്കുന്ന ഇടങ്ങളാണ് വനങ്ങൾ. പച്ചപ്പിനെ വീണ്ടും തിരികെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് രാജ്യാന്തര സമ്മേളനങ്ങളിൽ എല്ലാ രാഷ്ട്രതലവന്മാരും ആവർത്തിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകാൻ തയ്യാറാണെന്ന് ഇന്ത്യൻ പ്രതിനിധി സുഷമ സ്വരാജ് ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞത് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലെ ഓരോ പൗരനും